ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചാപ്റ്റർ ക്ലാസ് 9th ജിയോഗ്രഫിയിലെ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ നമുക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ത്യയുടെ 5 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. ഇന്ത്യയുടെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, ദ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ, ദ പെനിൻസുലാർ പ്ലാറ്റൂ, ദ ഇന്ത്യൻ ഡെസേർട്ട്, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. മൗണ്ടെയിൻ റീജിയൻ അതായത് മലനിരകൾ. ദെൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ മലകളൊന്നുമില്ലാതെ ഈ സമനിലം പോലെയുള്ള സ്ഥലങ്ങൾ. പിന്നെ പ്ലാറ്റൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പിക്ചറിൽ കൊടുത്ത പോലെ മലകളും അല്ല, പക്ഷേ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളും അല്ല, അതുപോലെ സ്ഥലങ്ങളെയാണ് പ്ലാറ്റൂ എന്ന് പറയുന്നത്. ദ ഇന്ത്യൻ ഡെസേർട്ട് പറഞ്ഞാൽ മരുഭൂമി. ഇനി കോസ്റ്റൽ പ്ലെയിൻസ് പറഞ്ഞാൽ തീരദേശ സമതലങ്ങൾ. ദെൻ ഐലൻഡ്സ്, ദ്വീപുകൾ. ഇങ്ങനെ 5 ആയിട്ട് നമുക്ക് ഈ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഉണ്ട് ഇന്ത്യക്ക്. ഇനി ഈ ഒരു മാപ്പ് ശ്രദ്ധിക്കുക. മാപ്പിൻ്റെ താഴെയായിട്ട് ലെജൻഡ് എന്ന് പറയുന്ന ഒരു ബോക്സിൽ അതിൻ്റെ മീനിങ്സും അതുപോലെ സിമ്പിൾസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡാർക്ക് ബ്രൗൺ കളറിൽ ഒരു ലൈനായിട്ട് കൊടുത്തിട്ടുള്ളതാണ് മൗണ്ടെയിൻ റീജിയൻസ്. അതുപോലെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻസ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ കാണാം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പെനിൻസുലാർ പ്ലാറ്റൂ കാണാം. അതിൻ്റെ വെസ്റ്റിലും ഈസ്റ്റിലും ആയിട്ട് കോസ്റ്റൽ പ്ലെയിൻസ് കാണാം. ദെൻ ഈ ഒരു ഓഷ്യനിൻ്റെ ഉള്ളിൽ നമുക്ക് ആ കറുത്ത ഡോട്ടായിട്ട് ദ്വീപുകൾ കാണാം. ഏതൊക്കെയാണ്? ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ഇതുപോലെയുള്ള ഐലൻഡ്സും കാണാം. അപ്പം ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷൻ നമ്മൾ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു മാപ്പിൽ നോക്കിയാൽ നമ്മൾ എവിടെയാണ് കിടക്കുന്നത്? കേരളം എവിടെയാണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ് കേരളം കിടക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിൽ ഒന്നായിട്ടുള്ള ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. The northern mountain region includes several mountain ranges that originates from the Pamir Knot, the roof of the world, and it extends up to Purvachal in the east. ഈ പമീർ നോട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ റൂഫ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഈ പമീർ നോട്ടിനെയാണ്. വൺ വേർഡൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ റൂഫ് ഓഫ് ദ വേൾഡ് എന്താണ്? പമീർ നോട്ടാണ്. ഇനി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? KNOT, നോട്ട്. ഇത് എന്താണ്? ഒരു കൂട്ടം മലനിരകൾ ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു മാപ്പിൽ നമുക്ക് കാണാം, ഈ പമീർ നോട്ടിന്ന് കുറച്ച് മലനിരകൾ ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ്? നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച് അവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പിന്നെ ടിയാൻ ഷാ, ദെൻ കാരക്കോറം, ഹിന്ദുക്കുഷ്, കുൻലുൻ. ഇങ്ങനെ അനവധി മൗണ്ടെയിൻ റേഞ്ചസ് പമീർ നോട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞത് എന്താണ്? പമീർ നോട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈസ്റ്റിലുള്ള പൂർവാചൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന അനവധി മൗണ്ടെയിൻ റേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്. ഇനി നിങ്ങൾക്ക് ഇത്രയൊക്കെ പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലും എഴുതി വെക്കുക. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി പമീർ നോട്ട് ആൻഡ് എക്സ്റ്റെൻഡ്സ് അപ് ടു പൂർവാചൽ ഇൻ ദ ഈസ്റ്റ് എന്നെങ്കിലും എഴുതി വെക്കുക. The relatively young and lofty northern mountain ranges have been formed by the folding of rock layers. അതായത് റിലേറ്റീവ്ലി യങ്, കമ്പാരിറ്റീവ്ലി അധികം പഴക്കമൊന്നുമില്ലാത്ത, അതുപോലെ ലോഫ്റ്റി എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ഫോം ചെയ്തിരിക്കുന്നത് ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ് കൊണ്ടാണ്. അതായത് ഈ പിക്ചറിൽ കാണുന്ന പോലെ
റോക്ക് ലെയേഴ്സ് ഇങ്ങനെ മടങ്ങി മടങ്ങിയാണ് ഈ റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി ആയിട്ടുള്ള നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റ്. റിവർ ഇൻഡസ്, വെസ്റ്റിലുള്ള റിവർ ഇൻഡസ് തൊട്ട് ഈസ്റ്റിലുള്ള റിവർ ബ്രഹ്മപുത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് നിയർലി 2400 കിലോമീറ്റർ. അപ്പം അതിൻ്റെ എക്സ്റ്റൻഷൻ എത്രയാണ്? അതിൻ്റെ ലെങ്ത്ത് 2400 കിലോമീറ്റർ നീളമുള്ളതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 150 to 400 കിലോമീറ്റർ. അതിൻ്റെ വീതി 150 to 400 കിലോമീറ്റർ ആണ്. ഇനി നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ദ ഹിമാലയ, ദ ഈസ്റ്റേൺ ഹിൽസ്. ഇനി ഇതാ ഈ ഒരു മാപ്പ് ശ്രദ്ധിക്കുക. ഇതിലെന്താണ് കൊടുത്തിരിക്കുന്നത്? ഈ 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള ട്രാൻസ് ഹിമാലയ, ഹിമാലയ, അതുപോലെ ഈസ്റ്റേൺ ഹിമാലയയുടെ അണ്ടറിലുള്ള ഏതൊക്കെ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ചാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയയിൽ ഉൾപ്പെടുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ്? കാരക്കോറം, അതുപോലെ ലഡാക്ക് റേഞ്ചസ് ആണ്. ഇനി ഹിമാലയയിൽ കാണുന്നത് ഏതൊക്കെയാണ്? 3 പാരലൽ ലൈന് പോലെ ഇങ്ങനെ കിടക്കുന്ന ഈ 3 മൗണ്ടെയിൻ റേഞ്ചസിന് എന്തൊക്കെയാണ് പറയുന്നത്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി ഈസ്റ്റേൺ ഹിൽസിലോ? പാട്കായിബം, നാഗ ഹിൽസ്, മിസോ ഹിൽസ്, അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് വേറെ ഹിൽസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ബോക്സും പഠിച്ചു വെക്കുക. അപ്പോൾ ട്രാൻസ് ഹിമാലയയിൽ ഏതൊക്കെയാണ്, ഹിമാലയസിൽ ഏതൊക്കെയാണ്, ഈസ്റ്റേൺ ഹിൽസിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചസ് എന്നൊന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മൗണ്ടെയിൻ റേഞ്ചസ് മാർക്ക് ചെയ്യാൻ കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പം നമുക്കറിയില്ല, പുതിയ ടെക്സ്റ്റാണ്, പുതിയ ചാപ്റ്ററാണ്. അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്കൊരു മാപ്പ് തന്നിട്ട് അടയാളപ്പെടുത്താൻ വരുമോയെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ മുകളിലുള്ള ഏതാണ്? കാരക്കോറം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ലഡാക്കാണ്. പിന്നെ 3 പാരലൽ ലൈൻസ് ആയിട്ടാണ് നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്ന് വരയ്ക്കാൻ പഠിച്ചു വെക്കുക, മാർക്ക് ചെയ്യാൻ പഠിച്ചു വെക്കുക. നിങ്ങളോട് ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് ഈ ഒരു മാർക്ക് ചെയ്യാനല്ല, പഠിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പ് തരും. എന്നിട്ടാണ് നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയുക. അപ്പോൾ ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഇനി ട്രാൻസ് ഹിമാലയനെ കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ് ഹിമാലയ, ദ നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ഇസ് നോൺ ആസ് ടിബറ്റൻ ഹിമാലയ. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയയുടെ നോർത്തേൺ മോസ്റ്റ് ഡിവിഷനെയാണ് ടിബറ്റൻ ഹിമാലയ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു മുകളിലായിട്ട് കാണുന്നതാണ് നോർത്ത്, ദെൻ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ നമ്മൾ എവിടെയാണ് അപ്പോൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്? നമ്മൾ വെസ്റ്റിലാണ്, അതുപോലെ സൗത്തിലാണ്, സൗത്ത് വെസ്റ്റ് പാർട്ടിലാണ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നോർത്ത് എന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീരിനെയൊക്കെയാണ് നോർത്ത് പറയാം, മുകളിലേക്കുള്ള ഭാഗങ്ങളെ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നോർത്ത്, വെസ്റ്റ്, സൗത്ത് എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പം നോർത്തേൺ മോസ്റ്റ് ഡിവിഷനെ നമ്മൾ പറയുന്നതാണ് ടിബറ്റൻ ഹിമാലയ, ട്രാൻസ് ഹിമാലയയുടെ നോർത്തേൺ മോസ്റ്റ് ഡിവിഷനെ. ദെൻ ആവറേജ് എലവേഷൻ എന്ന് പറഞ്ഞാൽ പൊക്കം, ഈ സമുദ്രനിരപ്പിൽ നിന്നുള്ള പൊക്കത്തിനെയാണ് എലവേഷൻ എന്ന് പറയാം. അപ്പോൾ എത്രയാണ്? 3000 മീറ്റേഴ്സ് വരെ പൊക്കമുണ്ട്. ദെൻ വിഡ്ത്ത് അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ ആണ്. ദെൻ ലെങ്ത് അപ്രോക്സിമേറ്റ്ലി 965 കിലോമീറ്റർ ആണ്. ദെൻ കാരക്കോറം റേഞ്ച് കണക്ട്സ് ഹിമാലയ വിത്ത് ദ പമീർ നോട്ട്. ഈ കാരക്കോറം റേഞ്ച് ഹിമാലയാസിനെ നമ്മുടെ പമീർ നോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം പമീർ നോട്ടുമായിട്ട് ഹിമാലയാസിനെ കണക്ട് ചെയ്യുന്ന റേഞ്ച് ഏതാണ്? കാരക്കോറം റേഞ്ച്. ഇനി നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഹിമാലയനെ കുറിച്ചാണ് പറയുന്നത്. ദ 3 parallel ranges that extends to the south of the Trans Himalaya towards the east are Himadri, Himachal and Siwalik. These 3 ranges together form the Himalayas.
അതായത് നമ്മുടെ ട്രാൻസ് ഹിമാലയയുടെ തൊട്ട് താഴെ അല്ലെങ്കിൽ തൊട്ട് സൗത്ത് നിന്ന് തുടങ്ങി ഈസ്റ്റിലേക്ക് അവിടേക്ക് ടുവേർഡ്സ് ഈസ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന 3 പാരലൽ റേഞ്ചസ്. അത് ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ 3 റേഞ്ചസ്, പാരലൽ ആയിട്ടുള്ള ഈ 3 റേഞ്ചസ് ടുഗദർ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഹിമാലയാസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും എഴുതുക. ദ 3 പാരലൽ റേഞ്ചസ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ടുഗദർ ഫോം ഹിമാലയാസ്. ഇങ്ങനെയെങ്കിലും എഴുതി വെക്കുക. ഇനി നമ്മൾ ആ 3 പാരലൽ റേഞ്ചസിനെ കുറിച്ചാണ് പറയണത്. അതിൽ ഫസ്റ്റ് തന്നെ ശിവാലിക്സ് എന്താണ്? സൗത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ഹിമാലയൻ റേഞ്ചസ് ആണ്. ഏറ്റവും സൗത്തിലായിട്ടാണ്, ഏറ്റവും താഴെയായിട്ടാണ് ശിവാലിക്സ് കിടക്കുന്നത്. ഫോംസ് ദ ബോർഡർ ഓഫ് ഗംഗ പ്ലെയിൻസിൻ്റെ ഒരു ബോർഡറായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. വിഡ്ത്ത് റേഞ്ച് എന്താണ്? 60 to 150, ആവറേജ് 60 to 150 കിലോമീറ്റർ ആണ് വിഡ്ത്ത്. ആസ് ഇറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദ റേഞ്ച്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയാസ്. അപ്പം ഏറ്റവും ഔട്ടർമോസ്റ്റ് പാർട്ടിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഔട്ടർ ഹിമാലയാസ് എന്നും പറയാറുണ്ട്. ഇനി ഹിമാചൽ. ഇറ്റ് ഈസ് ഇൻ ദ നോർത്ത് ഓഫ് ശിവാലിക്സിൻ്റെ തൊട്ട് മുകളിലായിട്ട്, തൊട്ട് നോർത്തിലായിട്ടാണ് നമ്മുടെ ഹിമാചൽ കിടക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ നോർത്ത് ഓഫ് ശിവാലിക്സ്. ആവറേജ് എലവേഷൻ എത്രയാണ്? 3500 to 4500 meters above mean sea level ആണ്. ദെൻ വിഡ്ത്ത് 60 to 80 കിലോമീറ്റർ ആണ്. ഓൾസോ നോൺ ആസ് ലെസർ ഹിമാലയാസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവാലിക്സിനെ ഔട്ടർ മോസ്റ്റ് ഹിമാലയ എന്ന് പറയും, ഹിമാചലിനെ ലെസർ ഹിമാലയാസ് എന്ന് പറയുന്നു. ഇനി അടുത്ത ഹിമാദ്രി, ഓൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയ ഓർ ഇന്നർ ഹിമാലയ. ഗ്രേറ്റർ ഹിമാലയ എന്നും ഇന്നർ ഹിമാലയ എന്നും അറിയപ്പെടുന്നുണ്ട്. ദെൻ ആവറേജ് എലവേഷൻ എത്രയാണ്? 6100 മീറ്റർ ആണ് ആവറേജ് എലവേഷൻ എബോവ് മീൻ സീ ലെവൽ. വിഡ്ത്ത് എത്രയാണ്? 25 കിലോമീറ്റർ, നിയർലി 25 കിലോമീറ്റർ. അപ്പം നമ്മൾ ഈ ഹിമാലയാസിൻ്റെ 3 പാരലൽ റേഞ്ചസ് ആയിട്ടുള്ള ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ ഹിമാലയാസ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ഈ ഹിമാലയ മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒറിജിൻ ഓഫ് ഹിമാലയാസ്. ഹിമാലയാസ് ഈസ് സ്റ്റിൽ ഗ്രോയിങ് ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. ലോകത്തിലെ ഉയരം കൂടിയ മൗണ്ടെയിൻ റേഞ്ചസിൽ ഒന്നാണ് നമ്മുടെ ഹിമാലയാസും. എന്നാൽ പോലും ഈ ഹിമാലയാസ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ്? പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന പ്ലേറ്റിനെ കൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ടെക്ടോണിക് പ്ലേറ്റ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയൊരു ബ്രീഫിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഔട്ട് ഓഫ് സിലബസ് ആണ്, നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല. പക്ഷെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടെക്ടോണിക് പ്ലേറ്റ്സ്. Lithospheric plate includes the crust and the upper mantle. Lithosphere consists of fragments of varying sizes. ഈ പ്ലേറ്റ് ടെക്ടോണിക്സിന് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്നും പറയാറുണ്ട്. ഇനി ഈ ലിത്തോസ്ഫിയർ എന്താണെന്നുള്ളത് ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ എർത്തിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് പാർട്ടിലുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ. അത് ക്രസ്റ്റും അതുപോലെ അപ്പർ മാൻറ്റിലും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ലിത്തോസ്ഫിയർ. നമ്മളിപ്പോൾ നിൽക്കുന്നതും കാണുന്നതുമായിട്ടുള്ള എർത്തിൻ്റെ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയണത്. ഈ ഒരു ലിത്തോസ്ഫിയർ എന്ന് പറയണത് പല സൈസുകളിലുള്ള ഫ്രാഗ്മെൻറ്റ്സ്, അതായത് പീസുകളായിട്ടാണ് ഇരിക്കുന്നത്. ഇത് പല സൈസിലായിരിക്കും ഉള്ളത്. അപ്പം ഈ ഒരു ഫ്രാഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ കൊടുത്ത പോലെ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടാവുക. പല സൈസുകളിൽ പല രീതിയിലാണ് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ്, ചില പ്ലേറ്റിൽ ഓഷ്യൻസ് മാത്രമുണ്ട്, ചില പ്ലേറ്റിൽ എന്താണ് കോണ്ടിനെൻസ്. ഈ ഒരു ഇൻഡിഗോ കളറിൽ കൊടുത്തതാണ് കോണ്ടിനെൻസ്. അപ്പോൾ ചിലതിൽ കോണ്ടിനെൻസ് മാത്രം, ചിലതിൽ ഓഷ്യൻസ് മാത്രം, ചിലതിൽ ഓഷ്യൻസും കോണ്ടിനെൻസും ഒരുമിച്ചുള്ളതും ഉണ്ട്.
അപ്പം ഇങ്ങനെയാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. The portions of such lithospheric parts, each with thousands of kilometers of width and nearly 100 kilometer thickness, are called lithospheric plate. അത് പറഞ്ഞ പോലെ ഈ ഒരു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത് thousands of kilometer width ഉണ്ടാവും, അതുപോലെ നിയർലി 100 kilometer thickness ഉണ്ടാവും. These plates may cover the continental portion or ocean bottoms or both. അപ്പം ഈ കോണ്ടിനെൻറ്റ്സ് മാത്രമായിട്ട്, കോണ്ടിനെൻറ്റ്സ് പോർഷൻസ് മാത്രമായിട്ട് കവർ ചെയ്യുന്ന ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടാവാം. പിന്നെ ഓഷ്യൻ ബോട്ടംസ്, ഓഷ്യനെയല്ല ഓഷ്യൻ ബോട്ടംസിനെയാണ്, ഓഷ്യൻ ബോട്ടംസിനെ മാത്രം കവർ ചെയ്യുന്ന ടെക്ടോണിക് പ്ലേറ്റ്സും ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടും കൂടി ഉള്ളതും ഉണ്ടാവും. അപ്പം ഇതാണ് ടെക്ടോണിക് പ്ലേറ്റ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. പക്ഷേ ടെക്ടോണിക് പ്ലേറ്റ് എന്താണെന്നുള്ളത് ടെക്സ്റ്റിൽ ഒരു ഡെഫിനേഷനായിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ടെക്ടോണിക് പ്ലേറ്റ്? ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദ ക്രിസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. ഈ കോണ്ടിനെൻ്റൽ അതുപോലെ ഓഷ്യാനിക് പാർട്സിൻ്റെ ക്രിസ്റ്റൽ റോക്ക് ബ്ലോക്സിനെയാണ് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ ഈസ്തനോസ്ഫിയർ സോൺ ബിനീത്ത് ദി ലിത്തോസ്ഫിയർ, rocks are molten and are in semi-plastic state due to the high temperature. നമ്മൾ നേരത്തെ കാണിച്ചു, ആ പിക്ചറിൽ ലിത്തോസ്ഫിയർ കാണിച്ച സമയത്ത് അതിന് തൊട്ട് താഴെയായിട്ട് ഇരിക്കുന്നതാണ് ഈസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റോക്ക് എങ്ങനെയാണ്? മോൾട്ടൺ അതുപോലെ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ്, അതായത് ഈ ലാവ പോലെയാണ് ഉണ്ടാവുന്നത്. കാരണം എന്താണ്? അതിന് കാരണം അവിടെ ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ്. The tectonic plate moves slowly, very slowly above ഈസ്തനോസ്ഫിയർ. അപ്പം അവിടെ എന്താണ്, ഈ റോക്സ് മോൾട്ടൺ സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പം അതിൻ്റെ മുകളിലൂടെ, ഈ ഈസ്തനോസ്ഫിയറിൻ്റെ മുകളിലൂടെ ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. മൗണ്ടെയിൻ ബിൽഡിംഗ് ഈസ് ആക്റ്റീവ് അലോങ് ദ പ്ലേറ്റ് ബൗണ്ടറീസ്. അപ്പം മൗണ്ടെയിൻ ഫോർമേഷന് ഈസ് ആക്റ്റീവ് അലോങ് പ്ലേറ്റ് ബൗണ്ടറീസ്. ഈ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ബൗണ്ടറീസിൽ, അതിരുകളിൽ എന്താണ്, ഈ ഒരു മൗണ്ടെയിൻ ഫോർമേഷൻ വളരെ ആക്റ്റീവായിരിക്കും. 3 types ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്, 3 ടൈപ്പ് പ്ലേറ്റ് ബൗണ്ടറീസ് ആണ്. കൺവേർജൻ ബൗണ്ടറീസ്, ഡൈവേർജൻ ബൗണ്ടറീസ്, ട്രാൻസ്ഫോ ഓർ ഷിയർ ബൗണ്ടറീസ്. ഇങ്ങനെ 3 ടൈപ്പ് ബൗണ്ടറീസ് ആണ്, പ്ലേറ്റ് ബൗണ്ടറീസ് ആണ്. അപ്പം കൺവേർജൻ ബൗണ്ടറി എന്താണ്? ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ ഈ പ്ലേറ്റുകൾ, ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് പല രീതിയിലുള്ള ഈ ഫ്രാഗ്മെൻറ്റ്സ് ഒന്നിനോട് അടുത്തേക്ക് ഇങ്ങനെ ടുവേർഡ്സ് മൂവ് ചെയ്യുന്നതിനെയാണ് കൺവേർജൻ ബൗണ്ടറി എന്ന് പറയുന്നത്. അവിടെ ആ ഒരു ബൗണ്ടറിയിൽ എന്താണ് നടക്കുന്നത്? ഈ പ്ലേറ്റ്സ് തമ്മിൽ അടുക്കും, ടുവേർഡ്സ് ഈച്ച് അതർ മൂവ് ചെയ്യും. ഡൈവേർജൻ ബൗണ്ടറിയിലോ, ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ. അപ്പം ഡൈവേർജൻ ബൗണ്ടറിയിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു സ്ഥലത്ത് ഈ പ്ലേറ്റുകൾ തമ്മിൽ അകന്നകന്ന് പോവും, എവേ ഫ്രം ഈച്ച് അതർ. ട്രാൻസ്ഫോം ബൗണ്ടറി, അവിടെ ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, സ്ലൈഡ് പാസ്റ്റ് ചെയ്യും, തമ്മിൽ ഉരഞ്ഞങ്ങ് പോവും. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു കീ വേർഡ്സ് മാത്രം പഠിച്ചു വെക്കുക. എന്താണ്? ടുവേർഡ്സ്, എവേ ഫ്രം, സ്ലൈഡ് പാസ്റ്റ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് ഡാഷ് ഈച്ച് അതർ. അപ്പോൾ ആ ഒരു വേർഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ് നമ്മൾ കീ വേർഡ്? എന്താണ്? ടുവേർഡ്സ്, എവേ ഫ്രം, അതുപോലെ സ്ലൈഡ് പാസ്റ്റ്. അത് നോക്കി വെക്കുക. റോക്ക് ലെയേഴ്സ് along the convergent boundaries get folded due to the compression of lithospheric plates. This leads to formation of fold mountains. നമ്മൾ പറഞ്ഞു കൺവേർജൻ ബൗണ്ടറിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പ്ലേറ്റുകൾ തമ്മിൽ ടുവേർഡ്സ് ഈച്ച് അതർ, തമ്മിൽ അടുത്തടുത്ത് വരും. അപ്പം എന്താണ് അവിടെ സംഭവിക്കുക? അതിൻ്റെ ഈ ഒരു കൺവേർജൻ ബൗണ്ടറീസിൻ്റെ അലോങ് ആയിട്ടുള്ള റോക്ക് ലെയേഴ്സ്, അപ്പോൾ അടുത്തടുത്ത് വരുമ്പം അവർ തമ്മിൽ ഒരു കംപ്രഷൻ വരും, തമ്മിലൊരു കംപ്രഷൻ, ഒരു ഞെരക്കം വരും. ഇത് ആര് തമ്മിൽ? ആ ബൗണ്ടറിയിലുള്ള ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ ഒരു കംപ്രഷൻ വരും. ഇത് കാരണം ഈ റോക്ക് ലെയേഴ്സ്, അതിൻ്റെ അലോങ് ആയിട്ടുള്ള റോക്ക് ലെയേഴ്സ് ഫോൾഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ
ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ടാവുന്നത്. The Indian plate, which includes the peninsular India and the Australian continent, were located in the southern hemisphere about 150 to 160 million years ago. അതായത് നമ്മൾ നേരത്തെ ആ ഒരു പിക്ചർ കാണിച്ചപ്പോൾ നമ്മുടെ ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൻ്റെ പിക്ചർ കാണിച്ചപ്പോൾ നമുക്ക് കാണാം ഇന്ത്യൻ പ്ലേറ്റ് അവിടെ ഉണ്ട്. ഈ ഇന്ത്യൻ പ്ലേറ്റ് പെനിൻസുലാർ ഇന്ത്യ അതുപോലെ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ് ഉൾക്കൊള്ളുന്നതാണ് ഈ ഇന്ത്യൻ പ്ലേറ്റ്. ഇത് 150 to 160 മില്യൺ ഇയേഴ്സ് മുന്നേ സൗത്തേൺ ഹെമിസ്ഫിയറിലായിരുന്നു അത് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. As it moved northwards and came close to the Eurasian plate, the Tethys seabed situated between the two land masses started uplifting. അതായത് നമ്മൾ പറഞ്ഞു 150 to 160 മില്യൺ ഇയേഴ്സ് അഗോ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് എവിടെയായിരുന്നു? സൗത്തേൺ ഹെമിസ്ഫിയറിലായിരുന്നു. പക്ഷേ പിന്നീട് അത് നോർത്ത് വേർഡ്സിലേക്ക് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നോർത്തിലുള്ള നമ്മുടെ യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടുത്തത് എത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അടുത്തടുത്ത് വരുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? കൺവേർജൻറ്റ് ബൗണ്ടറീസ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ദ തെതീസ് സീബെഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ടു ലാൻഡ് മാസസ് സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ്. ഇപ്പോൾ ഈ തെതീസ് സീബെഡ് എവിടെയാണ്? ഈ ഒരു രണ്ട് ലാൻഡ് മാസസ് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെയും അതുപോലെ ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും ഇടയിൽ കിടക്കുന്ന തെതീസ് സീബെഡ് അപ്ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ദിസ് ഈസ് ഹൗ ഹിമാലയാസ് വേർ ഫോംഡ്. ഇങ്ങനെയാണ് ഹിമാലയാസ് ഫോം ചെയ്തത്. ഈ അപ്ലിഫ്റ്റ് ചെയ്യുമ്പം അവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ടായി. ആ മൗണ്ടെയിൻ റേഞ്ചസിനെയാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് ഈ ഹിമാലയാസിൻ്റെ ഫോർമേഷൻ ഒറിജിൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഷോർട്ട് മാർക്സിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ലാസ്റ്റിൽ 3 പോയിന്റ്സ് എഴുതാം. അതായത് ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ദ പെനിൻസുലാർ ഇന്ത്യ ആൻഡ് ദ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ് were located in the southern hemisphere about 150 to 160 million years ago. As it moved northwards and came close to the Eurasian plate, the Tethys seabed situated between the two land masses started uplifting. This is how Himalayas were formed. ഇപ്പം നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കീവേഡ്സ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ പ്ലേറ്റ് എന്തൊക്കെയാണ്? പെനിൻസുലാർ ഇന്ത്യയും ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റും ആണ് അതിൽ ഇൻക്ലൂഡ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഷോർട്ടായിട്ട് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അത് 150 to 160 ഇയേഴ്സ് അഗോ സൗത്തേൺ ഹെമിസ്ഫിയറിലായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാലം മുന്നേ സൗത്തേൺ ഹെമിസ്ഫിയറിലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ കീവേഡ്സ്? ഇന്ത്യൻ പ്ലേറ്റ്, പെനിൻസുലാർ ഇന്ത്യ, ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ് സൗത്തേൺ ഹെമിസ്ഫിയറിലായിരുന്നു. ദെൻ അടുത്ത പോയിന്റിൽ എന്താണ്? തെതീസ് സീബെഡും അതുപോലെ യൂറേഷ്യൻ പ്ലേറ്റും ഒക്കെയാണ്. അങ്ങനെയുള്ള കീവേഡ്സ് മാത്രം നോക്കി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഓർമ്മ ഉണ്ടാവും. ഇത് നമ്മളൊരു സെൻറ്റൻസ് കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്കൊന്നും ഓർമ്മ നിൽക്കില്ല. അപ്പോൾ കീവേഡ്സ് വെച്ച് പഠിക്കാം. അപ്പം ഞാനിങ്ങനെ ഈ കീവേഡ്സൊക്കെ വെച്ച് ഒരു ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എക്സാമിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും അതുപോലെ സബ്സ്ക്രിപ്ഷനും വ്യൂസും ഒക്കെയാണ് നമുക്കൊരു പ്രോത്സാഹനം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അധികം പ്രയോജനം ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നോട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനിയും കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത പാർട്ടായിട്ട് വരും. അപ്പോൾ ഷോർട്ടായിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.